ഇത് മനസ്സിലാക്കി ജീവിക്കണം. 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ രാജാവിന് ദാസന്മാർ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ അങ്ങ് പോവും. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കൾക്ക് എന്നാ പേരാണ്? സെർവൻസ് ഓഫ് ഗോഡ്. സെർവൻസ് ഓഫ് ഗോഡ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ദാസന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു യജമാനൻ, ഞാൻ ദാസനാണെങ്കിൽ എനിക്ക് മുകളിൽ ആരുണ്ട്? എന്നെ കാണുന്ന ഒരു യജമാനനുണ്ടെന്ന്, എന്നെ കാണുന്ന ഒരു യജമാനനുണ്ടെന്നുള്ള ബോധം നമ്മെ നിരന്തരം ഭരിച്ചുകൊണ്ടിരിക്കും. ഐ എം എ സെർവൻ്റ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ തരുന്ന ആയുസ്സിൽ എൻ്റെ യജമാനന് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ചില ജോലികളുണ്ട്. 10 താലന്ത് കൊടുത്തവൻ്റെ കയറി പിടിച്ചിട്ട് 1 താലന്ത് കിട്ടിയ വഴക്കിട്ടതുപോലെ വഴക്കിടരുത്. സ്തോത്രം. അവന് 10 താലന്ത് കൊടുത്തു, എനിക്ക് 1 തന്നുള്ളൂ. ചിലർക്ക് അങ്ങനെയാണ്. എനിക്ക് പ്രസംഗിക്കാൻ തന്നില്ല, എനിക്ക് സാക്ഷിപ്പാൻ തന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ തന്നില്ല. സ്തോത്രം. ഈ 1 താലന്ത് കിട്ടിയവൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. 10 താലന്ത് കിട്ടിയവന് അവന് 10 ഉണ്ടാക്കി. 100%. പാവിരിക്കാൻ മാത്രം ഒരു ശുശ്രൂഷയുള്ളൂ, ഒറ്റ ശുശ്രൂഷ കൊടുത്ത് അത് കൃത്യതയോടെ ചെയ്താൽ അവനും 100%. 10 താലന്തുള്ളവൻ്റെ സ്വയം പ്രതിഫലമാ 1 താലന്തുള്ളവനും. അത് വ്യാപാരം ചെയ്ത് വിശ്വസ്തയോടെ നിന്നാൽ ഇത് തിരിച്ചറിയില്ല. സ്തോത്രം. ദൈവമക്കളെ മനസ്സിലാക്കണം, എനിക്കുള്ള വേല എന്താണ്? യജമാനനോട് ചോദിക്കണം. ഹല്ലേലൂയ.